ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാങ്ങ കറിയാക്കുന്ന എല്ലാം പൗക്കാൻ തുടങ്ങിയല്ലേ? അതെ അതെ, കൊടുന്ന് വെച്ചിനിത. അതെ, അപ്പൂട്ടൻ കൊടുന്ന് വെച്ചിനിത മാങ്ങ. നല്ല മാങ്ങയും കാട്ടുമാങ്ങ. കാട്ടുമാങ്ങ കറി വെച്ചാൽ സൂപ്പറാ. കുറച്ച് എരിവും ഇട്ടിട്ട് മധുരവും ഇട്ടിട്ട് പാങ്ങില് താളിച്ചിട്ട് വെച്ചാല് കറി സൂപ്പർ. സൈഡ് കൂട്ടാനോ ആവും, ചോറ് കൂട്ടാനോ ആവും. നമുക്ക് മാങ്ങ കറിയാക്കാം അല്ലേ? ആക്കാം. ഓ കൊറേ ഉണ്ടല്ലേ അമ്മ. നല്ല വലുതുണ്ട്. അതെ, ഒന്നൊന്ന് സൈസ് ഉണ്ട്, ഒന്നൊന്ന് ചെറുത്. കാട്ടുമാങ്ങ അങ്ങനെ തന്നെ. ഇത് കായ് കായ് വേണ്ട. നല്ല തോലെടുത്തിട്ട് അതെ നമുക്ക് കഴുകിട്ട് വരാം. കഴുകിട്ട് വരാം. കഴുകിട്ടെല്ലാം വന്ന് ഇനി നമുക്ക് ഇതിന്റെ തോലെടുക്കണം. അതെ, തോല് ഇതെങ്ങനെ എടുത്താല്? അതെ, ഇതില് എന്തെല്ലാം ഇടൂ നീ? ഞാനിതില് കുറച്ച് മുളകും മല്ലിയും വറുക്കണം, ചൂടാക്കിട്ട്. അതെ, കറുത്ത നിറത്തില് വറുത്തെടുക്കണം അല്ലേ? എന്നാലേ അതൊരു ടേസ്റ്റ് ഉണ്ട്. അതെ അതെ. അപ്പൊ ഇത് കേടുണ്ടാന്നല്ലേ നമ്മള് തോലെടുക്കുമ്പോളേ കറുത്ത നിറത്തിൽ വറുത്തിട്ട് അതിന് കുറച്ച് മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട് 2 കുരുമുളകും ഇട്ടാൽ നല്ല രുചിയാണ്. കുറച്ച് ജീരകമെല്ലാം ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ ഇത് പുളിപ്പ് ഉണ്ടായെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താം. വെള്ളം ചേർത്തിയാൽ ഇനിയും പാങ്ങുണ്ടാവും. മാങ്ങ കറിക്ക് മധുരം ചേർത്തോണോ. അങ്ങനെ ചേർത്തിട്ട് ഇടാ. താളിച്ചിട്ട് നല്ല കറുവേപ്പിലെല്ലാം ഇട്ടിട്ട് താളിച്ചിട്ട് ഇറക്കാം. വെള്ളം മാതിരി ആവാൻ പാടില്ല, കുറച്ച് ഗട്ടിയിരിക്കണം. അങ്ങനെ തോലെടുക്കുമ്പോൾ അറിയാം കേട് എവിടെ എവിടെ ഉണ്ട്. അതെ, ഇറച്ചി കൂട്ടാനുമായി മാങ്ങ കൂട്ടാനുമായി. മുമ്പേ എല്ലാം അധികം ഗീതേ ആ കാട്ടിക്ക് ഓടു ഞങ്ങ കുട്ടികളെല്ലാം ബാഗ് പിടിച്ചിട്ട് ഈ ചെറിയ മാങ്ങ ഈൻ്റെ കാട്ടി ചെറുതായിരിക്കും അതിനെ കൊടുന്നിട്ട് ഇങ്ങനെ തന്നെ തോലെടുത്തിട്ട് കറി വെക്കും. ഒരു ആഴ്ച കറി വെച്ചാലും ഒന്നും ആവില്ല. ചൂടാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് ആക്കിയോണ്ടുണ്ടായി ഞങ്ങൾ. പിന്നെ എന്തറിയാ, ഇങ്ങനെ തോലെടുത്തിട്ട് ഉപ്പിട്ടിട്ട് അതിനെ നൗണ്ടോണം. 2 ഗാന്ധാരി മുളക്, ചെറിയ മുളക് ഉണ്ടല്ലേ, അതെല്ലാം ഇട്ടിട്ട് പാങ്ങ് നൗണ്ടിട്ട് അതിലും ചോറ് വയ്ക്കാം. നല്ല പാങ്ങുണ്ടാവും. അതെ, ഉണക്ക് മുളക് അങ്ങ് ചൂടാണോ. ഉണക്ക് മുളക് അല്ലാത്ത പോയാൽ ഗാന്ധാരി കിട്ടിയാൽ ഗാന്ധാരിനെ അതിലേക്ക് പൊടിക്കണം. കയ്യിൽ നല്ല ഉണ്ടാവും. ആ വെക്കാം. അതെ, ഇപ്പോൾ തോലെടുത്തണല്ലേ? അതെ അതെ, പാങ്ങുണ്ട്. തോലെടുത്തിട്ടാവുമ്പോ തിന്നും അങ്ങനെ തോന്നുന്നു. അതെ അതെ. അപ്പൊ നമ്മള് ഇനി ബാക്കിയുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കും. ചീൻചട്ടി വെച്ചിന് ഇപ്പൊ മുളകെല്ലാം ചൂടാക്കല്ലേ? ചൂടാക്കി. ഇത് ജീരകം കുരുമുളക്. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ചൂടാക്കാം. ഇത് ചൂടാക്കിയ പിന്നെ ഉലുവയും ജീരകവും ജീരകവും ഇത്
പട്ടപെട്ടാന്ന് പറയുമ്പോ അതെ അതെ പൊട്ടുമ്പോ അത് എടുത്ത് വെച്ചിട്ട് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അത്ര ഉലുവ ഇടണല്ലേ. ഈ ചെറിയ സ്പൂണ്. അതെ ജീരകം അത്ര ഇട്ടോ. ജീരകം ഒരു സ്പൂൺ. അതെ ഇതാ ജീരകം ഇതെല്ലാം ഒരു പൊട്ടുന്നുണ്ട്. പൊട്ടുമ്പോ എടുത്ത് കള. മതി മതി. അങ്ങനെ ഇനി മുളക് പൊടി ചൂടാക്കിക്കാം. മുളക് ഇടിമല്ലി മുളക് ഉണ്ടെങ്കിലും ആവും നല്ല ഉണ്ടാവും. ഒരു സ്പൂൺ ഇത് നമ്മളും മുളക് ഉണക്കിയിട്ട് പൊടിയാക്കിയിട്ട് വന്നതല്ലേ. 1.5 സ്പൂൺ ഇട്ട് മുളക്. മല്ലി കുറവാക്കിട്ടോ. ഇതുണ്ട് ഒരു ഈസ്റ്റ് വന്നിട്ട്. അത് എന്താ പറഞ്ഞാൽ ഈ ജീരകം ഉലുവ ഇതെല്ലാം കുരുമുളക് എല്ലാം ചേർത്തിനല്ലേ, അത് ഒന്ന് അരച്ച് പൊടിയാക്കണം. അതെ പിന്നെ ഇത് ചെറിയ ജാർ നമ്മുടെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അത് ചെറുത് പൊടിയിലല്ലേ. അതെ അതെ. അപ്പൊ ഇതെല്ലാം അരച്ചെടുക്കും. അത്ര വെള്ളം ഇട്ടുന്നല്ലേ. ഇത്രക്കുള്ളൊരു പീസ് എടുത്തിന് മതി മതി. കുറച്ചല്ലേ നമുക്ക് മാങ്ങ ഉള്ളൂ, അത്ര മതി. അത് എന്താ പറഞ്ഞാല് ഉരുക്കിയിട്ട് ഒഴിക്കണം, കല്ലുണ്ടാവും. അതെ അതെ കല്ലുണ്ടാവും. അതെ പിന്നെ നമ്മള് അതിനൊരു 1/2 ഗ്ലാസ് വെള്ളം മതി. അതെ മതി. അത് ഒന്ന് ഉരുക്കി എടുക്കാൻ. ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ കലക്കിയിട്ട് അടുപ്പിൽ വെക്കാം. പൊടി കളറേ ചേഞ്ച് ആയി. അതെ അതെ. അപ്പൊ ഇതിന് ഇതിലേക്ക് ഇടാം. അതിലേക്ക് ഇട്ടിട്ട് മാങ്ങ ഇട്ട് കറക്റ്റായിട്ട് ഉപ്പെല്ലാം ഇട്ട് അടുപ്പത്ത് വെക്കാം. പിന്നെ ഇത് വയ്ക്കാം, വെള്ളം ആയി. താളിച്ചാൽ അതിൻ്റെ പണി ആയി. മാങ്ങ കറി. അതെ 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 അതെ. കൊടകമാർക്ക് അധികം മാങ്ങാക്കറി പറഞ്ഞാൽ വെക്കുമ്പോ തുടങ്ങും തിന്നാന്ന്. അയ്യാ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതെ അതെ. ഉപ്പും പുളിയോ എരിവും അതെ എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അതെ. ഇത്ര വെള്ളം മതിയല്ലേ? നോക്കാം. മതി. വേണമെങ്കിൽ വെള്ളത്തിൻ്റെ ഉണ്ടല്ലേ, മതി മതി. അതിലേക്ക് മാങ്ങ ഇട്, ഉപ്പിട്ടോ. ഉണ്ടായിട്ട് പാങ്ങുണ്ട്. അത്ര ഇടാ. വേണമെങ്കിൽ ഇനി കുറച്ച് ഇടാം. അത് മാങ്ങയും വെല്ലം ഉണ്ടല്ലേ, അതിനെ കൊണ്ട് ഉപ്പറിയില്ല. ഒന്നായിട്ട് കലക്കിയിട്ട് അടുപ്പിൽ വെച്ചാൽ അതിൻ്റെ പണി തീരും. അതും ഒഴിച്ചാൽ കറക്റ്റായി. ഇപ്പം നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കാം. കറുത്ത വെള്ളം അല്ലേ? കറുത്ത വെള്ളം നോക്കിയാ അങ്ങനെ ഇട്ടിട്ടുണ്ടായെങ്കിൽ ആ പൊടിയെല്ലാം ഇതിലേക്ക് കൂടും. കുറച്ച് ചാറ് വേണമെന്നുള്ളൊരു ചാറാക്കാം. അതെ ഒരിത്തിരി വേണമെന്ന് വെള്ളം. അതില് കടന്ന് വെന്തിട്ട് അതെ മാങ്ങന്റെ ഇതെല്ലാം വേവണം. വേവണം വേവണം. അതിന്റെ ഉള്ളില്
പച്ച ഉണ്ടാവും. അതെ, ഇതിനെക്കൊണ്ട് നല്ല വേവാണ്. കുറച്ച് നമുക്ക് മൂടി വെക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്ക്. അതെ അതെ, വാങ്ങും. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം അല്ലേ? അതെ. മതി. ഇനി അടച്ചു വെക്കാം. മാങ്ങ കറി റെഡിയായി അല്ലേ? ഇനി താളിക്കണം അല്ലേ? സൂപ്പർ കാണുന്നുണ്ട്. അത് ഇറക്കി വെക്കുമ്പോ കട്ടിയാവും. നല്ല കട്ടിയായി കിട്ടും. അത്ര വേണം. അതെ, ഉരുളക്കിഴങ്ങ് അങ്ങനെ ഇട്ടങ്ങനെ ഉണ്ട്. നേരാ, നല്ല സൂപ്പറായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഉപ്പും പുളി അതിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി താളിക്കാം. അപ്പൊ ഇതിനെ ഇറക്കി ഇപ്പുറം വെക്കാം. ചീനിച്ചട്ടി വെച്ച് എണ്ണ കുറച്ച് എണ്ണ ഒരു 2 സ്പൂണിൻ്റെ അത്ര ഒഴിച്ചാൽ മതി. അതെ, കുറച്ച് കടുവും കറുവാപ്പലയും. കടുക് സ്പൂണിൽ ഒരു 1.5 സ്പൂൺ ഇടുന്നു. അതെ, ചെറിയ സ്പൂണിട്ട് നല്ല പൊട്ടുമ്പോൾ ആരോ വിളിക്കുന്നുണ്ട്. പൊട്ടട്ടെ. 2 ഉണക്കം. ഓ, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അമ്മ അവിടെ ആരോ വന്ന് പറഞ്ഞിട്ട് അപ്പുറം പോയിന്. പിന്നെ ഇത് കരിവേപ്പില ഇട്ട് കൊടുത്തു. നമുക്ക് ഈ കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു. ഇതെല്ലാം റെഡിയായി. നല്ല കളറ് ആയി. നല്ല സ്മെല്ലും ഉണ്ട്. വായിൽ വെള്ളം വരുന്നുണ്ട്. ഉപ്പുണ്ടാ നോക്കട്ടെ. ഉപ്പുണ്ടാണോ? സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റ് നോക്ക്. നോക്കൂ, ടേസ്റ്റ് നോക്ക്. നിക്ക്. അപ്പം നമ്മൾ എന്തെങ്കിലും ആക്കിയെങ്കിൽ അത് ഇനിയൊരാൾ ടേസ്റ്റ് നോക്കിയിട്ട് അത് പറയുമ്പോൾ അതിലുള്ള ഒരു സന്തോഷം തന്നെ വേറെ. ടേസ്റ്റ് നോക്ക്. നോക്ക്. പൊള്ളിയാല് തിന്നു. ആരമ്മ വന്നിട്ട് എന്താക്കുന്നുണ്ടായി അമ്മ ചോദിച്ചു. ആർക്കുണ്ടായടാ പറഞ്ഞ തണുപ്പധികം അമ്മ ഇവിടെ നിൽക്കണ്ട, കണ്ടിട്ടില്ലല്ലേ അതിന് വിളിച്ചത്. അപ്പൊ അത് ടേസ്റ്റ് നോക്കമ്മ. ഇപ്പൊ പാനുണ്ട് നന്നായല്ലേ? സൂപ്പറായി. നേരത്തെ ഇങ്ങനെ ഒഴിക്കുമ്പോ ഒഴുകി ഓടിയോണ്ടിണ്ടായി. അതങ്ങനെ അതെ അതെ. ഇനി തണിയുമ്പോ ഇനി നല്ല സൂപ്പറായിട്ടുണ്ടാവും. അതെ, അതെ അല്ലേ? ഞാനൊന്ന് നക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ അതെ. എല്ലാം വെന്ത് ശരിയാവുമ്പോ താളിച്ചിട്ടെല്ലാം ആവുമ്പോ കറക്റ്റായി. അതെ, നല്ല പാനുണ്ട്.
അതെ. ಇನ್ನೂರು ಮಾಂಗ ಕರಿ വെച്ചിന് ഗീത എങ്ങനെ വെക്കുന്നത് അമ്മ ചോദിച്ചിട്ട് പാങ്ങുണ്ട് രുചി എല്ലാം നോക്കിയിട്ട് വന്നിന് ഒരു ചെറിയ വീഡിയോ എന്നാക്കിയത്. പിന്നെ അങ്ങനെ മാങ്ങക്കറിയുടെ സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ആക്കി നോക്കണം ഒരിക്കൽ. അത് ചന്തത്തെ മാങ്ങയോ ആവും ചന്തത്തതും ആവും. മധുരം ഇട്ടിട്ട് എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിന്. മധുര മാങ്ങ കൊടുന്നിട്ട് അതില് ഇങ്ങനെ ആക്കുന്നത് ഞാൻ കണ്ടു. അതെ അതെ, അത് നല്ല ടേസ്റ്റ് ഉണ്ടോ? കാട് മാങ്ങ തന്നെ കിട്ടണമെന്നൊന്നുമില്ല. കാട് മാങ്ങ എല്ലായിടത്തും ഈ ടൈമിൽ ഉണ്ടല്ലേ. അത് ചെറുതുണ്ടാവൂലേ, അത് രസം ഉണ്ടാവും പറഞ്ഞിട്ട്. മറ്റേ നമ്മള് ചന്തത്തെ മാങ്ങ വലിയ മാങ്ങ ആയാലും കറിയല്ല, നല്ല രുചി ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ആക്കി നോക്കി നിങ്ങളെല്ലാരും വീഡിയോ നോക്കിട്ട്. അങ്ങനെ നമ്മളെല്ലാം കൊറേ കിട്ടുമല്ലേ മാങ്ങ. അതെ അതെ, കടയിൽ നിന്ന് മേടിക്കണമെന്നൊന്നും ഇല്ല, എല്ലാവരുടെ പറമ്പത്തും ഉണ്ടാവും. അതെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി ഷെയർ ആക്കി സബ്സ്ക്രൈബ്. അതെ, ബൈ.